വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, FCRA നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു നിയമമാണ്. അതിന്റെ വളരെ വിശദമായിട്ട് താങ്കൾ അത് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ FCRAയിൽ ഇനി ഒരു ചർച്ച ഇല്ല എന്ന് നേരത്തെ കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇലക്ഷൻ സമയത്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം PC ജോർജും മകൻ ഷോൺ ജോർജും കൃത്യമായിട്ടുള്ള വിമർശനം സഭയ്ക്ക് നേരെ ഉന്നയിക്കുകയും ചെയ്തു. സഭയ്ക്ക് ഇങ്ങനെ എങ്ങനെയാണോ അങ്ങോട്ട് അതുപോലെ തന്നെയായിരിക്കും സഭയോടുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ PC ജോർജിന്റെ മകനായിട്ടുള്ള പാലയിലെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പറഞ്ഞത്. PC ജോർജ് ആണെങ്കിൽ കുറച്ചുകൂടെ വിമർശനം കടുപ്പിച്ചു. PC ജോർജ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സഭയിൽ ഇരിക്കുന്ന മെത്രാന്മാരുടെ തലയ്ക്ക് വട്ടാണ് എന്ന രീതിയിലാണ് PC ജോർജ് പറഞ്ഞത്. പോരാത്തതിന് സഭയിലെ പത്രം ഉണ്ടല്ലോ, ദീപിക, കത്തോലിക്ക സഭയുടെ പത്രം, ആ പത്രത്തെയും രൂക്ഷമായി വിമർശിച്ചു. എന്തായാലും ആ വിമർശനത്തിന്റെ ഒക്കെ ശേഷം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് FCRA-ക്കാട്ടിലും കടുകട്ടിയായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. FCRA ഈസ് ഓൾറെഡി ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം അതിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കാട്ടിലും കടുകട്ടി നിയമം എന്ന് പറയുമ്പോൾ അതെന്താണ് കേന്ദ്രം കരുതി വെച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഇവരെ ബാധിക്കുന്നത്, എന്താണ് ഇപ്പൊ സഭയുടെ നിലപാട്, ഇവർ ഇതിനെ എങ്ങനെ നോക്കിക്കാം? ഇപ്പോൾ ഈ ശ്രീമാൻ PC ജോർജും ഷോൺ ജോർജും നടത്തിയ പ്രസ്താവനകൾക്ക് വലിയ സ്വീകാര്യതയാണ്. BJP-ക്കാർ മാത്രമല്ല, ചില കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്തീയ വിശ്വാസികൾ ഒരു ബഹുഭൂരിഷവും നന്നായി അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ രണ്ടുപേരില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പറയാൻ ആള് കാണില്ല. നമുക്കറിയാം, ഇത് കുറച്ചാൾക്ക് മുമ്പ് വരെ SNDP-യുടെ NSS-ന്റെ ഒക്കെ തലപ്പത്തുള്ളവർ ഇതേപോലുള്ള അഴിഞ്ഞാട്ടം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നീട് അവരെ കൂട്ടിക്കെട്ടിയതും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൊന്നും ആ പാവങ്ങൾക്ക് മിണ്ടാൻ പോലും ഉള്ള ത്രാണി ഇല്ലാതായിപ്പോയി. അവർ ക്രിസ്ത്യൻ സഭകൾ പോലെയല്ല, അവർ അതിനേക്കാളും വലിയ രണ്ട് സമുദായങ്ങളാണ്. അവരെ കൂട്ടിക്കെട്ടി മൂലക്കിരുത്തിയത് ആ സമുദായത്തിലെ അംഗങ്ങളും മറ്റുള്ളവരും ചേർന്നായിരുന്നു. അതിന് സമാനമായി തന്നെ ഞാൻ മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില മെത്രാന്മാർ നടത്തുന്ന ഈ കൂത്താട്ടം ഇല്ലെങ്കിൽ ഈ തുള്ളൽ ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ളൂ. ഇനി ഈ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരിക്കലും അവര് ഇത് കണക്ക് പ്രത്യക്ഷമായ BJP വിരോധവും കൊണ്ട് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പോഴും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇനി ഈ മുമ്പ് ഞാൻ ചില ആളുകളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഒസാമ ബിൻ ലാദനെ വിശ്വസിച്ചോളൂ, പക്ഷെ ഇവന്മാരെ നമ്പിക്കൊണ്ട് ഒരു പണിക്ക് നിങ്ങൾ ഇറങ്ങരുത്, കിട്ടില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ അവർ ചോദിക്കും മണിപ്പൂർ, ഗോവ, അവർക്ക് ഒരു വഴിയും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് അവർ BJP സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ BJP-യോട് അന്ധമായ സ്നേഹം കൊണ്ടല്ല. എന്നാൽ കുറച്ചു പേര്, ദേശസ്നേഹമുള്ളവർ കുറച്ചു പേര്, ഒന്ന് നോക്കൂ, ജോർജ് കുര്യൻ, അനൂപ് ആന്റണി, അങ്ങനെ ഒരുപാട് പേര് RSS-ലും BJP-ലും ഒക്കെ ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് കാലങ്ങളായി. അവരാരും മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം BJP വന്നവരല്ല. അവരൊക്കെ BJP-ക്ക് 1-2 സീറ്റിന് കേന്ദ്രം ഭരിക്കാൻ പറ്റുമോ, കേരളം ഭരിക്കാൻ പറ്റുമോ സ്വപ്നം കാണാൻ ഇവിടുത്തെ BJP-ക്കാരന് പറ്റാത്ത കാലത്ത് പാർട്ടി വന്നവരാണ് ഈ ജോർജ് കുര്യൻ അടക്കമുള്ളവര്. അവരെ ചേർത്ത് പിടിക്കുക, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പകരം ഹിന്ദു ഔട്ട്റീച്ച് ഉണ്ടാക്കുക. അതായത് ആദ്യം കഷത്തിലുള്ളത് വേണ്ട പൂർണ്ണമായി എടുക്കാനായിട്ട്, അതിനുശേഷം അല്ലെ ഉത്തരത്തിലിരിക്കുന്നത് നമുക്ക് എടുക്കാൻ ശ്രമിക്കണം. ഇത് അങ്ങനെയല്ല. ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ സംഘപരിവാർ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികൾ അല്ലെങ്കിൽ BJP പ്രവർത്തകർ BJP-യോട് പറയുന്നത്? നിങ്ങൾ ഹിന്ദു ഔട്ട്റീച്ച് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ഹിന്ദു ഔട്ട്റീച്ച്? സിമ്പിൾ അല്ലേ? ഹിന്ദുക്കൾക്കിടയിലോട്ട് കുറച്ചുകൂടി ഇറങ്ങി പ്രവർത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ ഇടപെടുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കാരണം ഈ ഒരുപാട് ഹിന്ദു സംഘടനകളിൽ അവരുടേതായ പ്രശ്നങ്ങളില്ല, ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അവരുടെ വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഇടപെടാൻ പറ്റില്ലേ? പറ്റും. അവരുടേതായ ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രം മാത്രമല്ലല്ലോ അവന്റെ വിഷയങ്ങൾ, അനവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എത്രയോ പട്ടികജാതി കോളനികളിൽ ഈ CPM-ന്റെ മറ്റുമൊക്കെ ഈ കാടത്തത്തിന് കുഴിച്ചു മൂടപ്പെട്ടിട്ടില്ലെങ്കിൽ അടിമകളെ കണക്ക് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരു മോചനം സാധ്യമാക്കി കൊടുത്തൂടെ? അവരുടെ പുരോഗമനത്തിന് വേണ്ടി മുമ്പോട്ട് നിന്നൂടെ? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കേന്ദ്ര സർക്കാരിന് ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം ഈ വീടുകളിൽ കൊണ്ട് കുറഞ്ഞ പക്ഷം എത്തിക്കാനായിട്ട് BJP-യുടെ ഒരു ബൂത്ത് പ്രസിഡന്റിന് കഴിയും. വേറെ ഒരു വലിയ നേതാവൊന്നും അതിന് വേണമെന്നില്ല. അപ്പൊ കൂടുതൽ അവരിലേക്ക് പോയി അവരിലൊരു വിശ്വാസം ജനിക്കണ്ടേ? കാരണം BJP-യുടെ അടിസ്ഥാന വോട്ട് ഹിന്ദു വോട്ട് തന്നെയാണ്. അതിനെ മുറുകെ പിടിക്കുകയും അതിലേക്ക് കുറച്ചുകൂടി പടർന്നു കയറുകയുമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ കഷത്തി ഇരിക്കുന്നതിന് നോക്കാതെ ഉത്തരത്തിൽ ഇരിക്കുന്നതിന് എടുക്കാൻ പോയാൽ കിട്ടില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഭയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പാണ് അവരുടെ പ്രധാന വിഷയം. നമുക്ക് കണ്ടതാണ് ഈ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 100ഓളം യോഗങ്ങളാണ് ചെറുതും വലുതുമായിട്ട് ഈ സഭയുമായി ബന്ധപ്പെട്ടവര് സുരേഷ് ഗോപിക്കെതിരെ നടത്തിയത്. കുടുംബയോഗങ്ങളും സുരേഷ് ഗോപി തോപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്കാ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ജയിച്ചു. അത് 1-2 വോട്ടിനല്ലേ, 75,000 വോട്ടിന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനകത്തെ ചില മെത്രാന്മാർ വന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെയാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അടക്കം ചില മാധ്യമങ്ങൾ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ബൂത്ത് വൈസ് കണക്കെടുത്തു. ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള മേഖലയിൽ സുരേഷ് ഗോപിക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അറിയണമല്ലോ. 3-ാം സ്ഥാനത്തായിരുന്നു പല ബൂത്തിലും. അതോടുകൂടിയാണ് ആ തള്ളു തീർന്നത്. പിന്നെ ആ തള്ളി പിന്നെ വന്നിട്ടില്ല.
ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 സ്ഥാനാർത്ഥി ഇന്നില്ലേ ക്രിസ്ത്യൻ? അത് അവർക്ക് കൂടെ ഇച്ചിരി മെജോറിറ്റി ഉള്ള മേഖലയല്ലേ നിന്നത്. അപ്പൊ ബിനി തോമസ് അടക്കം തോറ്റുപോയില്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്പാൻ നമുക്ക് പറ്റില്ല ഇവരെ. കാരണം അതിൽ ഇവർക്കൊരു അന്ധമായിട്ടുള്ള ഒരു BJP വിരോധം അതിൽ ഇതെല്ലാവർക്കും ഇല്ല കേട്ടോ. ഈ ക്രിസ്തീയ വിശ്വാസികൾക്ക് എന്ന് പറയുന്നവർക്ക് ഈ BJP യോജിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു പരമ്പരാഗത രീതി എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഇവരും ചില പത്രങ്ങളും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരെ വരട്ടിയാണ് ഇവർ ജീവിച്ചത്. കീലേരി അച്ചുവിനെ പോലെയാണ് ഇവർ. ഇടതുപക്ഷത്തെ വരട്ടും, പിന്നെ UDF വരട്ടും, നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം, മറ്റേത് കാണിച്ചു തരാം, മറിച്ച് വരട്ടും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വരട്ടിയാലും വരട്ടിയാലും കേന്ദ്രം എന്ന് പറഞ്ഞൊരു ഇത് BJP തന്നെ ഭരിക്കും. കാരണം കേരളത്തിൽ MP മാരില്ലാത്ത കാലത്ത് അവർ ഭരിച്ചിട്ടുണ്ട്. ഈ ഒരു സുരേഷ് ഗോപിയെ കൊണ്ട് കേന്ദ്രം ഭരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എല്ലാം അവർ ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ ഈ പുനർനിർണയം വരുന്നു, ഡീലിമിറ്റേഷൻ വരുന്നു, മണ്ഡലങ്ങൾ അതുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. കാരണം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ UPയും ബീഹാറും മധ്യപ്രദേശും അടക്കം വലിയ രീതിയിലാണ് സീറ്റ് കൂടുന്നത് ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ. അപ്പോഴും ഇവർക്ക് ആവശ്യമില്ല. അപ്പൊ ഇവരൊരു ഭയപ്പെടുത്തുക, ആ ഭയപ്പെടുത്തിയിട്ട് ആ കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യം സാധിക്കുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞോ അറിയാതെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഇവരില്ലെങ്കിൽ ഇപ്പൊ തീരും, ഇവരെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ 72 സീറ്റ് കിട്ടും, ഉണ്ട കിട്ടും എന്നുള്ള കാര്യം അവർക്ക് സാമാന്യ ബോധിക്കും വിവരം വേണ്ടേ. ഈ BJP ജയിക്കുന്നതോ BJPക്ക് മേൽക്കൈ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ വെച്ച് അനാലിസിസ് ചെയ്ത് ഞാൻ പറയാം. അത് പിന്നെ അവരുടെ BJPക്കാരുടെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത്. നമ്മളൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മളും ഈ ജനാധിപത്യ പ്രക്രിയ 2,71,00,000 വോട്ടർമാരിൽ ഒരു വോട്ടറാണ് ഞാനും, ഒരു വോട്ടറാണ് ധനുഷും. അപ്പൊ സ്വാഭാവികമായി തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. നമ്മളൊരു കമ്പനിക്കെതിരെ, ടാറ്റയ്ക്കെതിരെ, മഹീന്ദ്രയ്ക്കെതിരെ അല്ലല്ലോ നമ്മൾ അഭിപ്രായം പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ്. അപ്പൊ അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. ഷോണും BCയും പറഞ്ഞ ഒരു തെറ്റുമില്ല. കാരണം ഈ സഭയുടെ മുഖപത്രമാണല്ലോ ദീപിക. സത്യത്തിൽ ഈ ദീപിക എന്തിനാണ് ഇത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനോരമയ്ക്ക് പോലും ഇന്ന് വലിയ ഓഡിയൻസ് ഇല്ല. അവർ തന്നെ ചാനലുകളുടെ സ്ഥാനത്ത് 5ാം സ്ഥാനത്ത്, റേറ്റിംഗിലെങ്ങാണ്ട് 5ലാണ് നിൽക്കുന്നത്. പത്രം എത്ര പേര് വരുത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മനോരമ പത്രം മുമ്പ് ആ പത്രത്തിനൊക്കെ വലിയ സ്വാധീനം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും കോട്ടയം മേഖലയിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ചെറിയ സ്വാധീനം ചെലുത്താൻ പറ്റുമോ എന്നുള്ളത് കവിഞ്ഞ് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവിടെയാണ് ഈ 4, 3, 7 പേര് വായിക്കുന്ന ദീപിക പത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതിന് ഈ പറഞ്ഞ് അതിനൊരു ഹൈലൈറ്റ് അവർ കൊടുക്കുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം പറയല്ല. അവർക്ക് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ചതുർത്ഥിയാണ്. അതായത് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ധാരണ ഈ പാണ്ടിലോറിയുടെ മുമ്പിൽപ്പെട്ട തവളയുടെ കണക്കാണ്. അവരറിയുന്നില്ല അവരൊരു തവളയാണെന്നും ആ നിൽക്കുന്നത് ഒരു പാണ്ടിലോറിയുമാണെന്നും. അവര് പറയുന്നത് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ്, ഞങ്ങളില്ലെന്നുണ്ടെങ്കിൽ BJP ഭയങ്കരമായിട്ട് വളർന്നു പോകും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തിരുമ്മി മൊബൈൽ എടുത്ത് വെച്ചിട്ട് നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ് വായിക്കാമെങ്കിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. അതില്ല, അതിന് മെനക്കെടാറുമില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. ഇപ്പൊ ഇവരുടെ തുള്ളൽ ഇത് തീരുമെന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും നാൾ എനിക്ക് തോന്നുന്നതാണ്, എന്റെ ഒരു അസസ്മെന്റ് ആണ്, ഇത്രയും നാൾ ഇവര് മാറി നിന്നത്. കാരണം ഈ BJP നേതൃത്വം ഇവർ ചോദിച്ചതെല്ലാം കൊടുത്തു. ഇവര് ആവശ്യപ്പെട്ടിട്ടാണ് അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കിയത്. എന്നിട്ട് എന്ത് ഗുണമുണ്ടായി? അതിനുശേഷം ഈ ഷോണും ഈ അനൂപും എല്ലാം കൂടെ കിടന്ന് ഇവർക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ പോയി. ലോകത്ത് ആദ്യം, ഇതിലിപ്പോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വേറൊരു സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ വേറൊരു സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നത്. ഇപ്പൊ സ്വാഭാവികമായി അത് കാണുന്ന ഒരാൾ ചോദിക്കത്തില്ലേ, നാളെ 10 വോട്ടിന് വേണ്ടിയിട്ട് തീവ്രവാദികളെ ഇറക്കാൻ ഇവന്മാര് പോയില്ലേ എന്ന് ചോദിക്കും. സ്വാഭാവികമായി ചോദിക്കും. എല്ലാം ഒരു സാധാരണപ്പെട്ടവരുടെ മനസ്സിലും വരുന്ന കാര്യമാണത്. അതൊരു ഫെഡറൽ സംവിധാനമല്ലേ അത്? ഇപ്പൊ കേരളത്തിൽ ഉള്ള ഒരു മലയാളി, ആ മലയാളിയെ വേറെ ഏതെങ്കിലും ഇപ്പൊ DMK സർക്കാർ കാലേവാരി നിലത്തടിച്ചില്ലേ ഒരു 14 CIT-ക്കാരെ സാംസങ്ങിനെതിരെ സമരം ചെയ്തപ്പോ ചെന്നൈയില്? ഇവിടുന്ന് ഏതെങ്കിലും സഹാക്കൾ പോയോ? സഹാക്കൾ കൂടെ ഭരണം ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോയോ? അവരെ ഇറക്കിക്കൊണ്ടുവരാനോ അവരെ രക്ഷിക്കാനോ പോയിരുന്നോ? ഇല്ലല്ലോ. കാരണം അതല്ല, ഇത് ഒരു ഫെഡറൽ സംവിധാനം. അവിടുത്തെ ഒരു സർക്കാർ അവിടുത്തെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ട് പിടിച്ചുകൂടുമ്പോൾ 10 വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് അവിടെ എന്നിട്ട് എന്തായി കിട്ടിയോ? കിട്ടിയില്ലല്ലോ. 1925 വരെ നിർത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. പിന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ക്രിസ്തീയ വിശ്വാസികൾ അവരെ ഇവരെ രണ്ടായിട്ട് കാണും. ഇതിനകത്ത് എല്ലാ മെത്രാന്മാരെ നമുക്ക് പറയാനും കഴിയില്ല. നല്ല ഡീസന്റ് ആയിട്ടുള്ളവരുണ്ട്, ഈ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാതെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് സഭാ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പാലാ രൂപതയിലേക്ക് അദ്ദേഹത്തിന്റെ ഒന്നും വായിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതും സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളായിട്ട് മാത്രമാണ് നമ്മൾ പലതും കേട്ടിട്ടും കണ്ടിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല, ഓപ്പൺ ആയിട്ടാണ് പലരും വന്നിട്ട് ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഈ വിശുദ്ധ അല്ലെങ്കിൽ ഈ പുരോഹിതന്റെ കുപ്പായം രാഷ്ട്രീയം പറയുന്നത്, ലോഹ ഇട്ടുകൊണ്ട് വന്നിട്ട്. അപ്പം ഈ ഇങ്ങനെ പറയുന്ന, അതായത് മതപുരോഹിതന്മാർക്ക് രാഷ്ട്രീയം പറയാനും തിരിച്ചു പറയുന്ന കേൾക്കാനുള്ള കഴിവ് ഉണ്ടാകണം. അല്ലാതെ അവര് പറയുന്നത് കേൾക്കാൻ ഇത് വത്തിക്കാനല്ല, പോപ്പ് അവിടെ നിന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ കേൾക്കാനും മിണ്ടാതിരിക്കാനും സ്വാഭാവികമായിട്ട് തെറി വിളിക്കും.
ഇപ്പം മുമ്പ് അങ്ങനെ പേര് വിളിക്കത്തില്ലായിരുന്നു നമ്മുടെ. ഇപ്പൊ ഇവരൊക്കെ വന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അച്ഛന് മാത്രമല്ല വിളിക്കുന്നത്, അച്ഛന്റെ അച്ഛനും വിളിക്കാറുണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതെങ്കിലും കണ്ട് ഇവർക്ക് മനസ്സിലാകും. അത് ബഹുമാനം ഇവർ കളയുകയാണ് ചെയ്യുന്നത്. ഇവരാവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ബഹുമാനം കളയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇപ്പൊ പുതിയൊരു നിയമം? ഈ FCRA നിയമത്തിൽ തൊട്ടു പിന്നാലെ കേന്ദ്രം നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു നിയമമാണ് ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്നു. ഈ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് മുമ്പ് 2 വർഷം മുമ്പ് ഞാൻ ഈ ചാനലിൽ പറഞ്ഞിരുന്നു, ഈ ഏകീകൃത ദേവസ്വം ബോർഡ് ബില്ല് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ ചട്ടക്കൂടിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ധനുഷ ഈ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് വരുന്നത്. ഈ ക്ഷേമ ബോർഡ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അർദ്ധ ജുഡീഷ്യറി സംവിധാനമുള്ള ഒരു ക്ഷേമ ബോർഡാണ്. ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ എഴുതുന്നത് ഈ സംഘപരിവാർ ബന്ധമുള്ള NGO-കൾ ക്രിസ്ത്യൻ സഭകളുമായിട്ടും ചില സംഘടനകളുമായിട്ടും നേരത്തെ തന്നെ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത് ബില്ലിന്റെ രൂപത്തിൽ വരുന്നത്, ഈ ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്ന രീതിയിലേക്ക് നീങ്ങുന്നത്. ഈ ക്രിസ്ത്യൻ ക്ഷേമ ബോർഡ് വരുമ്പോഴേക്കും ഇതിൽ കുറെ അധികം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഒരു കാര്യം ഈ ബോർഡിന്റെ ഇതെന്ന് വെച്ചാൽ ആചാരങ്ങൾ കാരണം അവകാശ ലംഘനം ഉണ്ടാകരുത്. അതായത് ഒരേ വിശ്വാസമുള്ളവർക്ക് വ്യത്യസ്ത ആചാരങ്ങൾ വരികയും അവരെ തടയുകയും ചെയ്യുന്ന രീതി അത് ഉണ്ടാകരുത്. വേറെ ആരുമല്ല തടയുന്നത്, സ്വാഭാവികമായി ഇതിനകത്തുള്ളവർ തന്നെ തടയുന്നത് ഉണ്ടാകരുത്. അത് നമുക്കറിയാം. ഇപ്പൊ തന്നെ സഭകൾ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ട്, പല കാര്യത്തിലുണ്ട്. പിന്നെ ഈ അവകാശ ലംഘനം നേരിടുന്ന ക്രിസ്ത്യാനികൾക്ക് മൗലിക അവകാശം ഉറപ്പാക്കുക. അതായത് ഇപ്പോൾ എന്റെ സഭയും ധനുഷിന്റെ സഭയും കൂടെ ഒന്നായിരുന്ന കാലവും രണ്ടായിരുന്ന കാലവും ഉണ്ടാകാം. അപ്പൊ എനിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ആരാധന നടത്താൻ വരുമ്പോൾ അത് തടയാൻ കഴിയില്ല. കാരണം ഇത് എന്റെ മൗലിക അവകാശമാണ്. അതിനെ തടയിടാൻ കഴിയാത്ത രീതിയിൽ അതിനെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിച്ചാണ് കേട്ടോ. പിന്നെ വിവാഹം, ശവസംസ്കാരം, ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ മിശ്ര വിവാഹിതരായ ദമ്പതികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കും എന്നുള്ളതുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ആരാധന നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉറപ്പുവരുത്തും. ഇനിയാണ് ഇതിന്റെ മെയിൻ പോയിന്റ് കിടക്കുന്നത്. ഈ FCRA ഭേദഗതി വന്നപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ശരി FCRA അനധികൃതമായിട്ട് ആണ് നിങ്ങൾ ഫണ്ട് മേടിച്ച് വസ്തുവകളൊക്കെ മേടിച്ചെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ഇത് നോക്കി നടത്തുന്നത് എന്നൊരു ചോദ്യം വന്നു. അതിനുമാണ് ഇപ്പൊ ഇത് ഉത്തരം വന്നിരിക്കുന്നത്. ഈ ക്ഷേമ ബോർഡായിരിക്കും FCRA ലൈസൻസുകളിൽ റദ്ദാകുന്ന ആ സംഘടനയുടെ വസ്തുവകകൾ സൂക്ഷിക്കുന്നത്. അതിന്റെ കസ്റ്റോഡിയൻ ഇവരായിരിക്കും. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുണ്ടാകും, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുണ്ടാകും, കേന്ദ്ര സർക്കാരിന്റെ നോമിനികളുണ്ടാകും. അതായത് ഒരു ദേശീയ ഒരു ഹജ്ജിന്റെ ഒരു മാതൃകയിൽ, ഇല്ലെങ്കിൽ ഹജ്ജ് ബോർഡിന്റെ മാതൃകയിൽ, ഇല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിന്റെ മാതൃകയിൽ ഉള്ള ഒന്നാണിത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇതിന്റെ പേരിൽ എന്ത് തുള്ളലാ വരുന്നത്? കാരണം സംസ്ഥാന സർക്കാരിന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമുള്ള ഒരു സമിതിയാണ് വരുന്നത്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് അത് സന്തോഷപ്രദമായ കാര്യമാണ്. കാരണം എന്താണ്, ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ സുരക്ഷിതമായിരിക്കും ഈ സ്വത്ത്. കൃത്യമായ കണക്കും രേഖകളും ഹാജരാക്കി കഴിഞ്ഞാൽ എപ്പോഴായാലും ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ്, തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇതിന്റെ കാര്യം. ഇതിനകത്ത് വലിയ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാടുണ്ട്. ഈ കേരളത്തിലുള്ള പല ക്രിസ്തീയ സംഘടനകളുടെ FCR ലൈസൻസ് ഈ പറയുന്ന BJP-ക്കാർ പുതുക്കി കൊടുത്തിട്ടുണ്ട്. റദ്ദാകുമായിരുന്ന ലൈസൻസ്, റദ്ദായ ലൈസൻസ് ഒക്കെ. പക്ഷെ അവരാരും തന്നെ ഈ ആപത്ത് കാലത്ത് ഇവരോടൊപ്പം ഒന്നും സംസാരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടെയാണ് ഈ ഷോണിനും PC-ക്കും വലിയ സ്വീകാര്യത BJP-ക്കാർക്കിടയിൽ നിന്നും സംഘപരിവാറിനിടയിൽ നിന്ന് കിട്ടുന്നതിന്റെ പ്രധാന കാരണം അതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ ഈ തുള്ളൽ ഇവിടെ നടക്കൂ. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ച് നോക്കൂ. ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവർ എന്തെങ്കിലും ഒന്നുണ്ടാക്കും. പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവരാണ് ഇവര്. എന്താണ് പൗരത്വ ഭേദഗതി? ഇവര് പറഞ്ഞ കണക്ക് ഏതെങ്കിലും മുസ്ലിമിനെ പുറത്താക്കും? ഇല്ല. അതൊരു 2021 തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. 2024 വന്നപ്പോൾ ഇവർ മണിപ്പൂർ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ FCRA പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ഇപ്പുറത്തെ സൈഡും വളരെ ആക്റ്റീവാണ്. ഇനി ഒന്നും പറഞ്ഞ് തുള്ളാൻ വകുപ്പില്ല. കാരണം ഈ നിയമങ്ങൾ പറഞ്ഞാണ് ഇത് രാജ്യത്തിന് ഗുണകരമായ നിയമമാണ്, രാജ്യദ്രോഹികളെ പൂട്ടാനുള്ള നിയമമാണ്. അതിനെ തടയിടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെ ആയിരിക്കും. എന്തായാലും ഈ നിയമം വരുന്നുണ്ട്. എന്തായാലും ഈ FCRക്ക് തൊട്ട് പിന്നാലെ തന്നെ നിങ്ങളുടെ ഒരു സംശയം കൂടെ എന്തായാലും മാറി കിട്ടിയിട്ടുണ്ട്. ക്ഷേമ ബോർഡൂടെ വരികയാണ്. ക്ഷേമ ബോർഡായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ദീപിക പത്രത്തിലെ ലേഖകന്മാർക്കൊന്നും ലീവ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെത്രാന്മാരൊക്കെ സംസാരിച്ച് തൊണ്ട വരളുന്ന കാര്യമാണ്. ഏതായാലും ഷോൺ പറഞ്ഞു, ഷോണിന് വോട്ട് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളതല്ല. കാരണം പാലാ എന്നൊക്കെ പറഞ്ഞാൽ BJP-ക്ക് ഒരു ഹൈ പൊട്ടൻഷ്യൽ മണ്ഡലമൊന്നുമല്ല. അവിടുന്ന് അദ്ദേഹം എത്ര വോട്ട് പിടിക്കുന്നു, ഇനി അഥവാ അദ്ദേഹം ജയിച്ചാൽ അതൊരു വലിയ ഒരു ഞെട്ടൽ തന്നെ ഉണ്ടാകുമെന്ന് പറയാം. അതൊക്കെയാണ്. ജയവും തോൽവിയൊക്കെ ഒരു വഴിക്ക് കിടക്കും. ജയവും തോൽവിയും നോക്കിയിട്ട് ഏതെങ്കിലും സഭയെ നമുക്ക് പിന്തുണച്ചോണ്ടിരിക്കാൻ പറ്റൂ? ഇല്ലെങ്കിൽ നാളെ ഇവിടെ SNDP NSS കിടന്ന് തുള്ളിയിട്ടുള്ള ആരും കേൾക്കുന്നില്ല. അപ്പൊ ഇവര് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അത് തന്നെയല്ല, ഇപ്പൊ നാളെ ഇത് കണ്ടുകൊണ്ട് നാളെ ഒരു ഹിന്ദു സന്യാസിയോ ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും മൗലവിയോ കിടന്ന് തുള്ളിയാൽ അവർക്ക് പിന്നെയും പറയാൻ പറ്റും. കാരണം അവർക്ക് നല്ലൊരു ഗ്രിപ്പ് UDF-ലുണ്ട്.
കാരണം അവരെല്ലാ കാലത്തും UDF-നോട് ചേർന്ന് നിന്നിട്ടാണ്. ഈ സഭയോ കാലാകാലങ്ങളെ അപ്പുറം ഇപ്പുറം നിന്നിട്ടുണ്ട്. LDF-ന്റെ കൂടെ നിന്നിട്ടുണ്ട്, UDF-ന്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ BJP-യുടെ കൂടെ ഇലക്ഷന് തൊട്ട് മുമ്പ് നിൽക്കും. ആ പോലും മടക്കാതെ ഇലക്ഷൻ വരുമ്പോഴത്തേനും തിരിച്ചിപ്പുറത്തോട്ടും പോകും. ഇതാണ് ഇവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറഞ്ഞിൽ ഇപ്പോഴും പറയുന്നു, കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റില്ല. പിന്നെ ഈ ദേശീയ ബോധമുള്ളവരും ഇതിനോട് നിൽക്കുന്നവരും ഓട്ടോമാറ്റിക്കലായിട്ട് വരും. നല്ലത് ചെയ്ത ആളുകൾ നന്മയുടെ കൂടെ നിൽക്കും. കാരണം ഇവര് ഈ പറയുന്നതിനകത്തൊന്നും ന്യായമില്ലെന്ന് ആ സഭയിൽ ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇതിലെന്താണ്? കാരണം അവർക്കാർക്കും ഇതുകൊണ്ടൊരു ഗുണം ഈ FCRA ഫണ്ട് കൊണ്ട് കിട്ടിയിട്ടില്ല. ഇനി മതപരിവർത്തനത്തിന് ഹിന്ദുവിന്റെ ഫണ്ട് മേടിച്ച് ഹിന്ദുവിനെ മതപരിവർത്തനം ചെയ്ത സംഘടനയാണ് ഇന്ത്യയിലെ ക്രിസ്തീയ സംഘടനകൾ. 1947 വരെ ഈ ഇന്ത്യയിലെ ക്രിസ്തീയ സഭകൾക്ക് ബ്രിട്ടീഷ് സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് മതപരിവർത്തനത്തിന് നൽകിയിരുന്നത്. ഇതൊക്കെ ഈ ബ്രിട്ടീഷ് ലൈബ്രറി തെളിവായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ചുമ്മാ പറയുന്നതല്ല. അതായത് ഹിന്ദുവിന്റെ നികുതിപ്പണവും ചുങ്കവും മേടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്മാർ ഈ സഭകൾക്ക് ഫണ്ട് നൽകിയിരുന്നു, കോടിക്കണക്കിന് രൂപ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട്. അത് വാങ്ങി മതപരിവർത്തനം ചെയ്തവരാണ്. പിന്നീട് അത് പുതിയ രൂപത്തിൽ വന്നതാണ് ഈ പറയുന്ന ഫോറിൻ ഏജൻസിയോട് വരുന്ന ഫണ്ട്. അപ്പൊ പിന്നെയും അത് വേണമെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നടക്കാവുന്ന ഒരു കേസല്ല. ഇനിയിപ്പോ ഇവിടെ തുള്ളിയാലും ദീപികയും മനോരമയും എല്ലാവരും കൂടി ഇരുന്ന് എഴുതിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എതിർത്താലും വരും. കാരണം ഇവര് എതിർത്തിട്ടാണല്ലോ പൗരത്വ ഭേദഗതി മാറ്റിവെച്ചത്, ഇവർ എതിർത്തിട്ടാണല്ലോ കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞത്, ഇവരെടുത്ത് മാറ്റിവെച്ചത്. ഇതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. കാരണം ഇവര് വരട്ടുന്നതനുസരിച്ച് മോദി നിൽക്കാനാണെങ്കിൽ മോദി 100 വട്ടം രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു, ഈ നിയമങ്ങളൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞ്. ഇത് മറ്റേ ഫഹദ് ഫാസിൽ ചോദിച്ചാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, ശരി തമ്പ്ര നീയാണല്ലോ ഇവിടുത്തെ ജഡ്ജ് എന്ന് പറയുന്ന കണക്ക് പറയേണ്ടി വരും ആ സിനിമയിൽ. ഇതാണ് ഇപ്പൊ ഇതിനകത്തെ ഒരു വിഷയം.